ഇന്ന് ഞാൻ നിങ്ങൾക്ക് സുഖകരമായ ഉറക്കത്തിനും രാവിലെ ശരീരത്തിന് വളരെ നല്ല ഉണർവ് നൽകുന്നതിന് സഹായിക്കുന്ന ലളിതമായ ഒരു രാത്രിചര്യ പരിചയപ്പെടുത്താം. അതിലൊന്ന് ഭക്ഷണമാണ്. രാത്രി ഭക്ഷണം എപ്പോഴും നമ്മൾ വളരെ ലഘുവായിട്ട് കഴിക്കണമെന്നാണ് പൊതുവെ പറയാറുള്ളത്. രാത്രി ഭക്ഷണം എപ്പോഴും ഒരു 7 മണിക്കോ അല്ലെങ്കിൽ 8 മണിക്കകത്തോ തന്നെ കഴിക്കേണ്ടതും അത്യാവശ്യമാണ്. രണ്ടാമത്തെ കാര്യം, നമ്മുടെ സ്ക്രീൻ സമയം കുറയ്ക്കുക. ഉറങ്ങുന്നതിന് ഒരു മണിക്കൂർ മുൻപെങ്കിലും ഫോണ്, TV അങ്ങനെയുള്ള എല്ലാ ഗാഡ്ജറ്റുകളും സ്ക്രീനുകളും ഉപയോഗിക്കുന്നത് പൂർണ്ണമായിട്ട് നിർത്തുക. ഫോണുകളിൽ നിന്നും TVകളിൽ നിന്നുള്ളൊക്കെ ഒരു നീല വെളിച്ചം നമുക്ക് കിട്ടാറുണ്ട്. ഇത് സ്വാഭാവികമായ ഉറക്ക ഹോർമോണായിട്ടുള്ള മെലാറ്റോണിൻ്റെ ഉൽപ്പാദനത്തിനെ തടസ്സപ്പെടുത്തും. മെലാറ്റോണിൻ കുറഞ്ഞു കഴിഞ്ഞാൽ അത് നിങ്ങളുടെ സ്ലീപ്പ് ക്വാളിറ്റിയെ പൂർണ്ണമായിട്ടും കുറക്കും. അടുത്തതായിട്ട് പറയുന്ന ഒരു താങ്ക്സ് ഗിവിങ് അല്ലെങ്കിൽ ഒരു നന്ദി പറയുന്ന ഒരു ശീലം നമ്മൾ ഉണ്ടാക്കുക. ഇത് നിങ്ങളുടെ രാത്രിയിൽ നിങ്ങളുടെ ശരീരത്തിലുണ്ടാകാനുള്ള കോർട്ടിസോളിൻ്റെ അളവ് കുറക്കാൻ വേണ്ടി സഹായിക്കും. കോർട്ടിസോൾ കുറഞ്ഞു കഴിഞ്ഞാൽ നാഡീവ്യവസ്ഥയെ ഇത് സ്വാധീനിക്കുകയും സുഖകരമായ ഉറക്കത്തിന് ഇത് സഹായിക്കുകയും ചെയ്യും. ലളിതമായിട്ടുള്ള ശ്വസനക്രിയകൾ കിടന്നുകൊണ്ട് ചെയ്യാൻ പറ്റുന്ന ചെറിയ ധ്യാനങ്ങളൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നതും വളരെയധികം ഗുണപ്രദമായിട്ട് സ്വാധീനിക്കാറുണ്ട്. ഉദാഹരണത്തിന് നിങ്ങളുടെ ലെഫ്റ്റ് നോസ്ട്രിൽ ബ്രീത്തിങ്, പലപ്പോഴും ഇടത് നാസാദ്വാരത്തിൽ കൂടിയുള്ള ശ്വാസം അകത്തേക്ക് എടുക്കുന്നത് നിങ്ങളുടെ പാരാസിമ്പത്തറ്റിക് വ്യവസ്ഥയെ, നാഡീവ്യവസ്ഥയെ സജീവമാക്കുകയും വലത് വശം അടച്ചു പിടിച്ചിട്ട് ഇടതുവശത്തുകൂടെ വളരെ സാവധാനം ശ്വാസം അകത്തേക്ക് എടുക്കുക. അതിനുശേഷം ഒന്നുകിൽ ഇടതുവശത്തുകൂടി തന്നെ താഴേക്ക് വിടാം, അല്ലെങ്കിൽ വലത് ഭാഗം തുറന്ന് വലത് ഭാഗത്തുകൂടി താഴേക്ക് പുറത്തേക്ക് ശ്വാസം വിടുക. അപ്പോൾ ഇൻഹലേഷൻ ത്രൂ ലെഫ്റ്റ് നോസ്ട്രിൽ, എക്സലേഷൻ ത്രൂ റൈറ്റ് നോസ്ട്രിൽ.